ചില ഇന്റലിജൻസ് ഒക്കെ ഈ ജെൻസി എന്താ പറയണേന്നുള്ള മറ്റേ അവരെ എപ്പോഴും തന്നെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ പറയുമ്പോൾ അർത്ഥം അതേപോലത്തെ ഓരോ അങ്ങനത്തെ ഒരു ജനറേഷൻ വരുമ്പോൾ ഒരു ജെൻ ആൽഫ ജെൻ ബീറ്റയൊക്കെ ഈ ഇതിന്റെ മെയിൻ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു വേറൊരു മാറ്റം സംഭവിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമ കണ്ടിട്ട് പാട്ട് കണ്ട ഒന്നും കൂടി എവിടെയെങ്കിലും പറഞ്ഞേക്കാം. അത് നമ്മളായിട്ട് പറഞ്ഞില്ലെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല. പാട്ടിന്റെ അവസാനം ഞങ്ങളൊരു ചാക്ക് കൈമാറുന്നുണ്ട് അങ്ങോട്ടും. ആ പാട്ടിന്റെ അവസാനം ആ ചാക്കിന്റെ ഷോട്ടിലാണ് തീരുന്നത്. ചാക്കിന്റെ ഉള്ളിലൊരു പരിപാടി ഉണ്ട്. അത് സാഹസമായിട്ട് ബന്ധപ്പെട്ട വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പണ്ട് കുറെ കാലം മുന്നേ ആയിരുന്നു ഈ പാട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡാൻസിന് ഇമ്പോർട്ടൻസ് മലയാള സിനിമ കൊടുത്തോണ്ടിരുന്നത്. പിന്നെ എവിടേക്കോ ഞാൻ അതൊന്ന് കാണാണ്ടായി. യെസ്, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയി ചിലപ്പോ പാട്ട് പോലും കൾച്ചർ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പം അത് എവിടേക്കോ അതിന്റെ നല്ലൊരു ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട്. തന്നെ ഞാൻ കൂടുതലും പ്രോഗ്രാം ചെയ്യാറ് ദുബായിലാണ്. അപ്പം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് എപ്പോഴും ഡാൻസിന് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവരിങ്ങനെ കാത്തിരിക്കും പെർഫോമൻസിന് വേണ്ടിയിട്ട്. ഞാനൊരു 1 വീക്ക് മുന്നേയൊക്കെ പോയി അവിടുത്തെ പിള്ളേരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് സോങ്സ് ഒക്കെ നല്ലപോലെ എഡിറ്റ് ചെയ്ത് പുതിയൊരു സാധനം എപ്പോഴും പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വേണം നമ്മൾ ഇവിടെ എടുക്കുന്നു. അവിടെ കട്ടുണ്ട്, ഇവിടെ ഇങ്ങോട്ട് പോവാം, ഇവിടെ കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെ ഇത് നമുക്ക് ഈ ഷോട്ട് ഇടാം, ഈ സാധനം തലയിൽ വേണം. ഇതൊക്കെ പ്ലാൻ ചെയ്ത് വരുമ്പോൾ മഴ പെയ്യും. അപ്പൊ കൊട വേണം. ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ ഒരു കൊച്ചു 3-4 വയസ്സേ ഉള്ളൂ പപ്പടം ഇങ്ങനെ എടുത്തിട്ട് അമ്മ പപ്പടം മൂട്. അപ്പോ അത്രയും റീച്ചായി. അതും എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരും ഇഷ്ടപ്പെട്ട് പാട്ട് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ തന്നെ ഓണം പാട്ട് നമ്മൾ തൂക്കി എന്നുള്ളൊരു ഫീല് കിട്ടിയല്ലോ. അതിന്റെ റീമേക്കിന് തന്നെ ഐ വാസ് അഗൈൻസ്റ്റ് ഇറ്റ്. തെലുഗുവിലും കന്നഡയിലൊക്കെ ഉണ്ടാക്കിയപ്പോ അതൊരു ക്ലാസിക് ആണ്. അതിനെ നമ്മളിങ്ങനെ പിടിച്ച് അതിനൊരു പാർട്ട് 2 വേണോന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ വേണ്ട എന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഒരു കൾട്ട് ക്ലാസിക് ആയിട്ട് അവിടെ നമ്മൾ ഇരിക്കട്ടെ എന്നുള്ളൊരു. സാഹസത്തിന്റെ വിശേഷങ്ങളുമായി റംസാൻ ഗൗരി ശബരീഷ്, വെൽക്കം. സാഹസത്തിൽ ആദ്യം കണ്ടത് ഒരു ഓണം മൂഡ് പാട്ടാണ്. അതിന്റെ ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. പിന്നെ തൊട്ടടുത്ത് അതിന് ടീസർ വന്നു. അതിന്റെ മൂഡ് ടോട്ടലി ചേഞ്ച് ആയി. ഒരു മിസ്റ്റീരിയസ് ഡ്രാമ കൈൻഡ് ഓഫ് ഒരു ഫീലാണ് വന്നത്. പിന്നെ ഒരു പാട്ട് വന്നു, ഇറ്റ്സ് റൊമാൻറ്റിക്. ആക്ച്വലി എന്താണ് സാഹസത്തിന്റെ മൂഡ്? ഇതെല്ലാം സാഹസത്തിന്റെ ഒരു സാഹസം മൂഡും ഉണ്ട്, അതിന് റൊമാൻറ്റിക് മൂഡും ഉണ്ട്, കോമഡി മൂഡുണ്ട്, പിന്നെ മ്യൂസിക്കലാണ് പടം. അതാണ് ടീസറിൽ തന്നെ വേറൊരു പാട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. 7 പാട്ടുകളുണ്ട് അതിനകത്ത്. അതെ, നമ്മളെ ബിബിൻ അശോകാണ് മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം വട്ടയപ്പത്തിൽ ഫേമസ് ആയ ബിബിൻ. ഡയറക്ടറിന്റെ പേരും ബിബിൻ എന്നാണ്. ബിബിൻ കൃഷ്ണ 21 ഗ്രാംസിന്റെ ഡയറക്ടറാണ്. ഇനി എന്താണ് ഇനിയിപ്പോ കുറെ പറയാനുണ്ട്. അതുപോലെ അല്ല ഇതെന്ന് പറയാൻ പറഞ്ഞിരുന്നു. അതുപോലെ അല്ല ഇതെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു. സാഹസത്തിലേക്ക് നിങ്ങളെ ഹുക്ക് ചെയ്തത് എന്തായിരുന്നു? എന്റെ ക്യാരക്ടറാണ്. അത് മാത്രമേ ചോദിക്കാനുള്ള സമയം എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് ജോയിൻ ചെയ്താണ്. അങ്ങനെ എനിക്ക് പടത്തിന്റെ അപ്രോച്ച് മൊത്തത്തിൽ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് തോന്നി. അപ്പോൾ ഒരു ഡയറക്ടറിനോട് നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ടോ, ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ക്ലാരിറ്റിയോടെ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്ക് ആവശ്യം എന്താ പറയുക, കഥയിൽ പല ട്രാക്സും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് എന്നൊരു ക്യാപ്സ്യൂൾ ഫോമാറ്റിൽ പറഞ്ഞു തരികയും സെറ്റിലാണെങ്കിലും അങ്ങനത്തെ ഒരു അപ്രോച്ചായിരുന്നു. സോ ബിബിൻ വളരെ അപ്രോച്ചബിൾ ആണ്, വളരെ ഫ്രണ്ട്ലി. അപ്പോൾ നമുക്ക് ആർക്കും ഒരു ടെൻഷൻ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരം സ്ട്രെസ് ഇല്ലായിരുന്നു. സിമ്പിളാണ്, ജാവ പോലെ. അതെ, ശരിക്കും പറഞ്ഞു കാര്യമായിട്ട്. സ്ക്രിപ്റ്റ് സിമ്പിൾ അല്ല. സ്ക്രിപ്റ്റ് ഈ പറയുന്ന പോലെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. കാരണം ഇത് പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ എന്തായാലും ബിബിൻ അത്രയും ഒരു ഐഡിയ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു സ്ക്രിപ്റ്റ് എടുക്കാൻ കാരണം എനിക്ക് തോന്നുന്നു. അത് നല്ല രീതിയിൽ ബിബിൻ ചേട്ടൻ പോർട്രേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതെങ്ങനെ എടുക്കും അല്ലെങ്കിൽ ഇതെങ്ങനെ പ്രസന്റ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ അതിനെ വളരെ നീറ്റായിട്ട് വളരെ വൃത്തിയോടുകൂടി ബിബിൻ ചേട്ടൻ അത് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. യദു ബിബിൻ ചേട്ടനും കൂടിയാണ് ചെയ്തത്. പിന്നെ 21 ഗ്രാംസ് പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു പടമായിരുന്നു. അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ രണ്ടാമത്തെ പടം ബിബിൻ ചേട്ടൻ ചെയ്യുന്നു. അതിൽ എന്നെ അപ്രോച്ച് ചെയ്യുന്നു ഒരു ലീഡ് ക്യാരക്ടറിന് വേണ്ടിയിട്ട്. എനിക്കും കേട്ടപ്പോഴും പെട്ടെന്ന് ഓക്കെ, ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ എപ്പോഴും മലയാള സിനിമയിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോർമാറ്റ് അല്ല പടത്തിൻ്റെ.
അപ്പോൾ എല്ലാ ഇമോഷൻസും ഉണ്ട്. ഇതെല്ലാം അടങ്ങുന്ന ഒരു പടത്തിനൊരു ഭാഗമാവാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. സോ സ്ക്രിപ്റ്റാണ് എൻ്റെ ഫസ്റ്റ് പരിപാടി. ഞാൻ ഓക്കെ ഇതുപോലത്തെ ഒരു പരിപാടി ചെയ്തേക്കാം എന്ന് വിചാരിച്ചത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ റീസെന്റ് റൺസാൻ ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം തന്നെ ഹിറ്റായിട്ട് കണ്ടിന്യൂസ് ഹിറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പടങ്ങളുടെ ഭാഗം ആവാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം, നല്ല ലൈക് കൊമേഴ്ഷ്യലി വൈബിൾ ആവുന്നതിനനുസരിച്ച് തന്നെ സ്വയം പരീക്ഷിക്കാൻ പോലും പറ്റുന്നുണ്ട്. ഇപ്പൊ ഭീഷ്മയിലാണെങ്കിൽ ഡാൻസർ ആയിരുന്നെങ്കിൽ റൈഫിൾ ക്ലബിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ അതിന് ത്രൂ ഔട്ട് കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. അതേപോലെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്ക് കംപ്ലീറ്റ് പൊളിച്ച് മാറ്റാനുള്ള ഒരു വില്ലൻ വേഷത്തിലേക്കും കൂടെ വരികയാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഈ എക്സ്പെരിമെന്റ് എടുക്കണം എന്നുള്ളൊരു താല്പര്യം. തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് നായകനാവാൻ ആഗ്രഹമില്ലേ, നായകനാവാൻ അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഡാൻസിലാണെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് എന്ത് പുതിയത് കൊണ്ടുവരാം. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡാൻസ് ഫോം എന്ന് പറയുന്നത് കണ്ടംപററി ആണ്. സോ അത് ചെയ്യാൻ കാരണം അതിനകത്ത് എല്ലാ ഇമോഷൻസും ഭയങ്കര രസമായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, എല്ലാം കൊണ്ടുവരാൻ പറ്റും, ഏത് കഥയും പറയാൻ പറ്റും. സോ അങ്ങനെ തന്നെയാണ് ഞാൻ സിനിമയിലും കാണുന്നത്. സിനിമയിൽ വരുമ്പോഴും ക്യാരക്ടർ പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ നല്ല ക്യാരക്ടേഴ്സ് നോക്കിയെടുക്കുക. നല്ല പടങ്ങളുടെ ചെറിയ ഭാഗമാണെങ്കിൽ പോലും ആ ക്യാരക്ടറിന് എത്ര പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് പെർഫോം ചെയ്യാനുള്ള പരിപാടി എന്തോരുണ്ട് എന്നൊക്കെ നോക്കാറുണ്ട്. സോ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതും. ആൻഡ് ഓഫ് കോഴ്സ് പല പല ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ആഗ്രഹം. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡാൻസിൽ തന്നെ വരുന്ന സമയത്ത് ആളുകൾ ഭയങ്കരമായിട്ട് ലവബിൾ പേഴ്സൺ എന്നുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ അതിനെ കംപ്ലീറ്റ് പൊളിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ വരുന്നുണ്ട്. ആക്ച്വലി ആളുകൾക്കുള്ള ഒരു സ്നേഹത്തിന് കളയല്ലേ ഇവിടെ വേണ്ടത്. അത് എത്രത്തോളം ശ്രമകരമായിരുന്നു? അത് എന്നെ സംബന്ധിച്ച് ആക്ച്വലി കുറച്ച് ഈസി ആയിരുന്നു. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടറാണ് ജിത്തു അഷ്റഫ്. പുള്ളി കൂടെ ഉള്ളപ്പോൾ നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം പുള്ളിക്ക് അറിയാം എത്ര മീറ്ററിൽ എന്ത് വേണം എന്നുള്ളത്. അത് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു തന്ന് കൃത്യമായിട്ട് അതിനെ ഗ്രൂം ചെയ്തെടുത്ത് പെർഫോം ചെയ്യിപ്പിച്ചാണത്. കൃത്യമായ മീറ്ററിൽ ആ ഗ്യാങ് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് അത്രയും നോട്ടീസ് ചെയ്യപ്പെടുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സീനിൽ ഇവര് കൃത്യമായിട്ട് അഭിനയിച്ച് പോകുന്ന രീതിയിൽ ജിത്തു അഷ്റഫ് പെർഫോം ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. നമ്മൾ മുന്നേ സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഭയങ്കര ബോൾഡ് ക്യാരക്ടേഴ്സ് തന്നെയാണ് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുന്നത്. സാഹസത്തിലെ ക്യാരക്ടർ എങ്ങനെയാണ് സെയിം പാറ്റേണിലേക്ക് വരുന്നത്? എത്രത്തോളം അത് ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എനിക്ക് അത് ആസ് എൻ ആക്ടർ നമുക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഞാൻ വളരെ ലക്കിയായിരുന്നു ഫ്രം മൈ ഫസ്റ്റ് മൂവി. അതുപോലെ തന്നെ മലയാളത്തിൽ ലവ് ആൻഡ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ആ സമയത്ത് ഇനി അടുത്ത മലയാളത്തിൽ ഒരു നല്ല പ്രോജക്റ്റിന് ഇങ്ങനെ ജസ്റ്റ് ആലോചിച്ചപ്പോഴത്തേക്കും സാഹസങ്ങൾ വന്നു. അങ്ങനത്തെ ഒരു നിമിത്തം പോലെയായിരുന്നു എനിക്ക് ആ കോള് വന്നതും. വളരെ പെട്ടെന്ന് ഇപ്പൊ അടുത്ത നല്ല മലയാള പടം വരട്ടെ. അപ്പോൾ അങ്ങനെ ഡെഫിനറ്റ്ലി എനിക്കൊരു ടീമിന്റെ ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. വളരെ പ്രൊഫഷണൽ ആയിരുന്നു. എനിക്കിത് പറയണമെന്നുണ്ട്. പ്രൊഡക്ഷൻ വൈസ് നമ്മൾ നോക്കുമ്പോൾ പല സൈഡിൽ നിന്ന് നമുക്ക് കുറച്ചൊരു അൺപ്രൊഫഷണൽ അപ്രോച്ച് ഫേസ് ചെയ്യാറുണ്ട് പലപ്പോഴും. പക്ഷേ എനിക്ക് തോന്നുന്നു ഫ്രണ്ട് റോ എല്ലാവരും ടീം ഇതൊരു ആസ് എ ക്രാഫ്റ്റ് അതിനെ റെസ്പെക്ട് ചെയ്ത് അതിനെന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി, ആർട്ടിസ്റ്റിനെ മാത്രമല്ല ടെക്നിക്കൽ സൈഡും. അപ്പോൾ മൊത്തത്തിൽ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സീരിയസ് ബിസിനസ് ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഫീൽ ആവും. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടറിലും സേറ എന്ന് പറഞ്ഞ ക്യാരക്ടർ ലവബിൾ ആണ് ഡെഫിനറ്റ്ലി. ഇതിൽ റൊമാൻറ്റിക് ആംഗിൾ ഉള്ള പോർഷൻസിലും അതല്ലാതെയും പുള്ളിക്കാരി ഫേസ് ചെയ്യുന്ന കുറച്ച് സ്ട്രഗിൾസും അറ്റ് ദ സെയിം ടൈം ഒരു ആഗ്രഹങ്ങൾ ഉള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അത് എന്താ പറയുക, അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ട്രാക്കിലാണ് ഈ പടം പോകുന്നത്, എൻ്റെ പോർഷൻസ്. അപ്പോൾ നല്ലായിരുന്നു. ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പോലെ തന്നെ എപ്പോഴും ഒരു റൊമാൻറ്റിക് ട്രാക്ക് ആണെങ്കിൽ പോലും അതിന് കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ അത്രയും റിലേറ്റബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറിയെങ്കിൽ മാത്രം അത് ചൂസ് ചെയ്യാറുണ്ട്. സാഹസത്തിലും അതാണോ ഹുക്ക് ചെയ്ത ക്യാരക്ടർ? സാഹസത്തിൽ എനിക്ക് ഹുക്ക് ചെയ്തത് പല പല ട്രാക്സ് പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ യുണൈറ്റിംഗ് ഫാക്ടർ എൻ്റെയും ജീവ എന്ന് പറയുന്ന ക്യാരക്ടർ ജീവന്റെ ക്യാരക്ടർ എന്നുള്ളൊരു എല്ലാവരും വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു ട്രാക്കിനാണ്. സോ ഐ ഫെൽറ്റ് ഗുഡ് ദറ്റ് ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് സ്ക്രീൻ ടൈമിനേക്കാളും ചിലപ്പോൾ നോക്കേണ്ടത് കഥയിൽ എത്ര പ്രാധാന്യം ഉണ്ടെന്നാണ്. അതെനിക്ക് സേറയുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് തോന്നി. ബിക്കോസ് അറ്റ് എവറി തോട്ട് ജീവന്റെ ക്യാരക്ടറിന് മാത്രമല്ല, അതാണ് അതിൻ്റെ ഒരു പ്രോഗ്രസ്സിൽ എന്ന് വെച്ചാൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നത് ഈ ഒരു
എലമെന്റിലാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ ഐ ഫെൽറ്റ് ലൈക്ക് ഇതൊരു നല്ലൊരു തിയേറ്റർ വാച്ച് ആയിരിക്കും. അങ്ങനത്തെ ഒരു പടമാണ് എനിക്കും ഇപ്പോൾ ആവശ്യം. ഇപ്പോൾ ഒരു നല്ല പ്രോജക്റ്റിന്റെ ഭാഗമാവണം എന്ന് ആഗ്രഹിച്ചു വന്നതാണ്. യെസ് യെസ്. ആനിന്റെ കൂടെ ഞാൻ സെക്കൻഡ് മൂവിയാണ് LUC കഴിഞ്ഞിട്ട്. സോ ആ ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു. ജയശ്രീ, വർഷ, അപ്പൊ കോമ്പിനേഷൻസിനെക്കാളും ഞങ്ങൾ ഓഫ് ക്യാമറ ഭയങ്കരമായിട്ട് കണക്ട് ആയി. പിന്നെ വിത്ത് ഗേൾസ് നമ്മൾ അല്ലെങ്കിലും പെട്ടെന്ന് നമുക്ക് കംഫർട്ട് കിട്ടും. സോ ഇറ്റ്സ് എ നൈസ് ഗേൾ ഗ്യാങ്. ഈ പോസ്റ്ററിലും ഫോട്ടോഷൂട്ടിന്റെ ദിവസവും നല്ല രസമായിരുന്നു. മൊത്തം ടീം ഭയങ്കര ഫണ്ണായിരുന്നു. കോളേജ് കോളേജ് വിസിറ്റിന്റെ തകർക്കുന്ന ആള്. പാട്ട് വേണോ? പാട്ട്, ഡാൻസ് വേണോ? ഡാൻസ് ഇപ്പൊ ഭയങ്കര ഡീസന്റ്. പാടാൻ വയ്യ. അതിന്റെ സൗണ്ട് ഒക്കെ പോയി, പിള്ളേരടുത്ത് പാടി. സൗണ്ട് ഒക്കെ വരുന്നേ ഉള്ളൂ. പ്രേമത്തിന്റെ 10 വർഷം കൂടെയാണല്ലോ. അപ്പം അതൊരു പക്ഷേ ശംഭുവിന്റെയും ശബരീഷിന്റെയും കൂടെ ഒരു 10 വർഷം ആയിട്ട് കാണാമല്ലോ. ഈ ലിറിസിസ്റ്റ് എന്നുള്ള രീതിയിലാണെങ്കിലും ആക്ടർ എന്നുള്ള രീതിയിലാണെങ്കിലും ഈ ഒരു 10 വർഷത്തെ ഒരു യാത്രയില്ലേ, അതിനെങ്ങനെ കാണുന്നു? 10 വർഷം പോയാൽ അറിഞ്ഞില്ല. ഒന്നാമത് കൊറോണയുടെ സമയത്താണ് വീട്ടിലിരുന്നത്, അപ്പോഴാണ് ഒരു ഇത് അറിഞ്ഞത്. പക്ഷെ സിനിമയോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. രസമാണ് അത്. ഈ പല പല മേഖലകളിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത് ആഗ്രഹിച്ചിരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അത് നടക്കുന്നുണ്ട് എന്നുള്ളത്. എങ്കിലും നമുക്ക് മറ്റേതുണ്ടാവില്ലേ, ഇവിടെ നമുക്ക് ഇക്കരെ വെക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്ന പോലെ നമ്മൾ 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ചിന്ത എന്താണ്, ഇനി 11-12 പോകണം എന്നുള്ളതല്ലേ. അപ്പം അത് എപ്പോഴും കിടക്കുന്നുണ്ടാവും. പക്ഷെ കഴിഞ്ഞ് 10 വർഷം, ശരിക്കും 10 വർഷമല്ല, പ്രേമത്തിന്റെ 10 വർഷമാണ്. നേരം 12 വർഷമായി അത്. പക്ഷേ എൻ്റെയും 12 വർഷമല്ല. എൻ്റെ ആദ്യത്തെ സിനിമ അതിൽ നിന്ന് ടെക്നീഷ്യനായിട്ടാണ് ഞാൻ തുടങ്ങിയത്. വിണ്ണை താണ്ടി വരുവായാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അപ്പോൾ അവിടുന്ന് തുടങ്ങിയതാണ് ഒരു ഫിലിം കരിയർ എന്ന് പറയുന്നത്. അപ്പം അത് രസമാണ്. അന്നും ആ ടെക്നീഷ്യനായിട്ട് 5 വർഷം ജോലി ചെയ്തിരുന്നു. അതും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ്. കാരണം എല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ്, മീഡിയ തന്നെയാണ്. ഫിലിംസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓഡിയോ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അതും പഠിച്ചു. അതിൻ്റെ അത് അതിനു മുമ്പ് BCom +2 ഒക്കെ പഠിച്ചു. BCom പഠിച്ചു എന്നുള്ളതിനാ കോളേജിൽ മറ്റേ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ മാത്രമേ മറ്റേ സർട്ടിഫിക്കറ്റ് ഇല്ലാതുള്ളൂ. സർട്ടിഫിക്കറ്റ് പക്ഷേ BCom ഫസ്റ്റ് ക്ലാസ്സാ. സെമിസ്റ്റേഴ്സിന്റെ പേപ്പർ ഉണ്ട്. ഈ ലിറിസിസ്റ്റ് അല്ലെങ്കിൽ സിംഗർ, ആക്ടർ, ഇങ്ങനെ പല പല റോളുകളിലേക്ക് വരുന്നുണ്ടല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ആക്ടർ. അതെ, മറ്റത് രണ്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണൽ ഞാൻ ഭയങ്കര ആക്ടറാണെന്നല്ല ഞാൻ പറയുന്നത്. കമ്പാരിറ്റീവ്ലി 3 ഉള്ളതിൽ കുറച്ചും കൂടി എന്താ പറയുക, പെട്ടെന്ന് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ് ആയിരിക്കും പെട്ടെന്ന് പറയുക. അതിപ്പം എന്ത് സീനാണ് നിങ്ങൾ തരാൻ പോകുന്നതെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്കിത് എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ഏറ്റവും എളുപ്പം ആയിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് സിംഗിങ് അല്ലെങ്കിൽ ആക്ടിങ്. ഈ 2 ഇതായിരിക്കും. അത് സാഹചര്യം അനുസരിച്ചിട്ടും പാട്ടനുസരിച്ചിട്ടും റോൾ അനുസരിച്ചിട്ടും മാറും കേട്ടോ. അത് മൊത്തത്തിലൊരു അംബ്രല ഇതായിട്ട് നമ്മൾ ഒരിക്കലും പറയരുത്. ഒരു ഹോളിസ്റ്റിക്കലെല്ലാം പറയുന്നത് ഓരോന്നായിട്ട്. എഴുതുക എന്ന് പറയുന്നത് ഞാൻ പ്രേമത്തിന് ശേഷമാണ് എഴുതാൻ പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് എഴുതാൻ പറ്റുന്നുള്ളത് ഈ പ്രേമത്തിൽ 7 പാട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതിന് മുമ്പൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു സിനിമയിൽ പാട്ട് എഴുതുക, ലിറിസിസ്റ്റ് ആവുക എന്നുള്ള യാതൊരു ചിന്തിച്ചിട്ടേ ഇല്ല. അത് വളരെ യാദൃശ്ചികമായിട്ട് വെറുതെ പ്ലാൻ ചെയ്താൽ ഞാനിലെ പാട്ടൊക്കെ എഴുതിക്കോട്ടെ, ആൽഫോൺസ് ഓക്കെ എന്ന് പറഞ്ഞു. എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞു. കാരണം അപ്പം തന്നെ ഓൾറെഡി 2 പാട്ട് എഴുതി വെച്ചത് പടത്തിലേക്കായി. ഒന്ന് സീൻ കോൺട്രയും കലിപ്പ് എന്ന് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ തോന്നി. പിന്നെ ആലുവാപ്പുഴ എന്ന് പറഞ്ഞ പാട്ട്, അതായത് ആദ്യം കമ്പോസ് ചെയ്യപ്പെടുന്നത് അതായിരുന്നു പടത്തിന് വേണ്ടി, പ്രേമത്തിന് വേണ്ടി. അതിന് ഇവരെല്ലാത്തിനും ഓക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ അൾട്ടിമേറ്റ്ലി എന്തായിരിക്കും പ്രേക്ഷകർ പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ പ്രേക്ഷകരും ഇതിന് ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ കൂടി. കാരണം ഇതുവരെ അറിയാവുന്ന നമ്പറുകളൊക്കെ പ്രേമത്തോടു കൂടി കഴിഞ്ഞു. ഇനി ഞാൻ പഠിക്കണം എന്ന് പറയാ അതെന്നുള്ളത്. അപ്പൊ പിന്നെ അതിനുശേഷമാണ് ഓക്കെ എഴുത്ത് ഇപ്പോഴും ഒരു പേടി. ഇപ്പൊ കുറച്ചും കൂടി അന്നത്തേൽ നിന്ന് കുറച്ചും കൂടി ഇത്രയും വർഷം ഇത് ചെയ്തതിന്റെ കുറച്ചും കൂടി ഒരു അതെ അത് അന്നത്തെ പേടിയല്ല ഇന്നത്തെ പേടി കിടക്കുന്നുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇതില് എനിക്ക് ഒരു എന്താ പറയാ, ഒരു പെട്ടെന്ന് ഓക്കെ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇത് എഴുത്ത് തന്നെയാണ് ഇപ്പോഴും, പാട്ടെഴുത്ത്. അതിപ്പോ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഇപ്പൊ ഈ പറഞ്ഞ 10 വർഷത്തിനിടയിൽ പാട്ടുകളുടെ സ്വഭാവം മാറിയിട്ടുണ്ടല്ലോ. ഇപ്പം ഇതിലെ ഓണം മൂഡിന്റെ പാട്ടാണെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ബീറ്റുകളും പ്രതീക്ഷിക്കാത്ത വരികളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതൊരു ചലഞ്ചാണോ, പുതിയൊരു ചലഞ്ചാണോ? അത് 10 വർഷത്തിൽ അപ്പൊ തന്നെ തുടങ്ങിയില്ല. ആ സമയത്തെ പാട്ടുകൾ പിന്നെ ആ ഒരു ഇത് തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ടിങ് സ്റ്റൈലും മാറിയിട്ടില്ല. പുതിയ
സെറ്റ് ഓഫ് ആക്ടേഴ്സും ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും സിനിമയുടെ പൊതു സ്വഭാവം മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഐ മീൻ ഒരു 10 വർഷത്തിലുണ്ടായ കൾച്ചർ തന്നെയാണ്. ഇനി ഒരു 20 വർഷം കഴിഞ്ഞ് ഈ ചോദ്യം ചോദിക്കാം, ചിലപ്പോൾ എങ്ങനെയാണ് പോകാൻ പോകുന്നത് അറിയുള്ളൂ. കാരണം അടുത്തൊരു 20 വർഷത്തേക്ക് ഇപ്പോഴുള്ള റൈറ്റേഴ്സൊക്കെ അവിടെ ഉണ്ടാവും, ആക്ടേഴ്സും ഉണ്ടാകും. ഇതിന്റെ പുറത്തേക്ക് കിടന്ന് ചിന്തിക്കുന്ന ഒരു ജനറേഷൻ വരുമ്പോഴാണ് ഇനി എന്താന്ന് പറയുന്നത്. ഇപ്പൊ ചില ഇന്റലിജൻസ് ഒക്കെ ഈ ജെൻസി എന്താ പറയണേന്നുള്ള മറ്റേ അവരെ എപ്പോഴും തന്നെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ പറയുമ്പോൾ എന്താ അർത്ഥം ഉപയോഗിക്കണ മറ്റേ അതേപോലത്തെ ഓരോ അങ്ങനത്തെ ഒരു ജനറേഷൻ വരുമ്പോൾ ഒരു ജെൻ ആൽഫ ജെൻ ബീറ്റയൊക്കെ ഈ ഇതിന്റെ മെയിൻ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു വേറൊരു മാറ്റം സംഭവിക്കും. ഇപ്പൊ തന്നെ ഈ ഓണം മൂഡിലേക്ക് വരുന്ന സമയത്ത് ആ സെറ്റ് തന്നെയാണെന്ന് തോന്നുന്നു പാട്ടില് റിഫ്ലക്ട് ആവുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഭയങ്കര രസമായിട്ട് സെയിം വീടാണല്ലേ? ഓക്കെ, ഇത് ആ അതേ വൈബാണോ സെറ്റിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു? അതിന്റെ 10 ഇരട്ടിയായിരുന്നു ഓണം മൂഡിന്റെ. പിന്നെ കാരണം ഇത് നമുക്ക് ചെറിയൊരു പ്രഷർ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ 2 ദിവസം കൊണ്ട് ഓണം മൂഡിന്റെ ഷൂട്ട് തീർക്കണം. ഇവർക്കുണ്ടായിരുന്നില്ല, കാരണം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഷൂട്ടിംഗ് സെറ്റിൽ വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണല്ലോ. നമ്മൾ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ചെല്ലുക, എന്താണോ ഡയറക്ടർ പറയുന്നത് അത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ ഫ്രീ ആണ്. സോ ഇത്രയും പേര് ഒരുമിച്ച് കൂടുമ്പോൾ പോസ്റ്ററിൽ കണ്ട പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ളൊരു പടമാണ്. എല്ലാവരും ഒരുമിച്ചൊന്ന് ഭക്ഷണം കഴിക്കാനിരുന്നാൽ തന്നെ തീരാവുന്ന പ്രശ്നങ്ങളെ അവിടെ ഉള്ളൂ. ഭയങ്കര രസമായിരുന്നു മൊത്തത്തിൽ. ഷൂട്ടിന്റെ ഇത് പറഞ്ഞു വെറുതെ പോക്കണോ പറഞ്ഞേക്കാല്ലേ? എന്താ അല്ല, റംസാനാണ് ഞാൻ ആക്ച്വലി ഒരു കാര്യം ശ്രദ്ധിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡയറക്ടർ അതായത് അതിന്റെ ഒരു സ്ക്രിപ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു പാട്ട് കണ്ടു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ തീർക്കേണ്ട പരിപാടികളല്ല. പിന്നെ അതിന്റെ ക്യാമറ ആനന്ദ് എന്ന് പറഞ്ഞ ഒരു പയ്യനും പിന്നെ അതിന്റെ ടീമും അവരുടെ ഇതുണ്ട്. അപ്പോൾ റംസാനത് ഹാൻഡിൽ ചെയ്ത് ഭയങ്കര രസമാണ്. ഈ ഫുൾ സ്ക്രിപ്റ്റും ഒന്നും സ്ക്രിപ്റ്റ് ബോർഡ് ഇതൊന്നും ഇല്ലാണ്ട് അടുത്ത കുട്ടി ഞാനാണ് പാട്ട് കൊറിയോഗ്രാഫ് ചെയ്തത്. അതെ, ആണോ? അതിനെ പറ്റിയാണ് പറയുന്നത്. ഇങ്ങനെ ഓക്കെ എന്താ ഇപ്പോ അല്ല, അത് ഡയറക്റ്റ് ചെയ്തതും അതിന്റെ കൺസെപ്റ്റ് എഴുതി ഉണ്ടാക്കിയതുമല്ലേ? പാട്ടിന്റെ ഫുൾ പരിപാടി അല്ലല്ല, അത് ടോട്ടലി പ്രൊമോ വീഡിയോ. അത് ടോട്ടലി പ്രൊമോ വീഡിയോ ആണ്. ഞാൻ കണക്ഷൻ എവിടേക്കോ ഞാൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഗീവ് ആൻഡ് ടേക്ക്, അല്ലെങ്കിൽ ശബരീഷന്റെ ക്യാരക്ടറിന്റെ ഒരു ചെറിയൊരു ഒറ്റ ഡയലോഗിൽ എന്ത് പറഞ്ഞ് ശബരീഷന്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യം. പിന്നെ ഹരി എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് ഞാനുള്ള കണക്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഈ പടത്തിൽ എന്താണ് വേറൊരു ട്രാക്ക് പോകുന്നത്, അതൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമ കണ്ടിട്ട് പാട്ട് കണ്ട ഒന്നും കൂടി എവിടെയെങ്കിലും പറഞ്ഞേക്കാം. അത് നമ്മളായിട്ട് പറഞ്ഞില്ലെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല. പാട്ടിന്റെ അവസ്ഥ ഞങ്ങളൊരു ചാക്ക് കൈമാറുന്നുണ്ട് അങ്ങോട്ടും. ആ പാട്ടിന്റെ അവസാനം ആ ചാക്കിന്റെ ഷോട്ടിലാണ് തീരുന്നത്. ആ ചാക്കിന്റെ ഉള്ളിലൊരു പരിപാടി ഉണ്ട്. അത് പടം കണ്ട അത് സാഹസമായിട്ട് ബന്ധപ്പെട്ട വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ തന്നെ ടെക്നിക്കലായിട്ട് പറയുന്നത് മഗ്ഗഫിൻ എന്നൊക്കെ പറയും സിനിമയിൽ. സ്കൂളിൽ പഠിച്ചുകൊണ്ട് പറയുന്നത് അതൊരു ഒബ്ജക്റ്റ്, പടത്തിന്റെ സ്റ്റോറിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഒബ്ജക്റ്റ്. സോ ബേസിക്കലി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറുതല്ല, സിനിമയിലെ വലിയ വലിയ കാര്യങ്ങൾ ഓഡിയൻസിന് തോന്നണം അവിടെ എന്തോ ഉണ്ടല്ലോ എന്ന് തോന്നുന്ന പാകത്തിന്. റംസാൻ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്ന ഏരിയ ഇതെല്ലാവരും കൂടി ഞാനിപ്പോ എവിടെ ഉൾപ്പെടുത്തുന്നതാണ്. കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായി. അപ്പം ആകെ ഉണ്ടായിരുന്ന ഒരു കൺസേൺ എന്ന് വെച്ചാൽ സ്പേസും കൊടുക്കണം, എല്ലാവർക്കും സ്പേസ് കൊടുക്കണം. ആരെയും മറ്റേ അയ്യോ ഞാൻ ഇല്ലല്ലോ അല്ലെങ്കിൽ അതാണല്ലോ എന്നുള്ളൊരു സാധനം വരരുതെന്നുണ്ടായിരുന്നു. പിന്നെ ഡാൻസ് കളിക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഡാൻസ് അറിയാവുന്നവരെ നമുക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുക്കേണ്ടി വരും. കാരണം അവർ അറ്റ് ദ എൻഡ് അത് സിനിമേനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് വീഡിയോ വരുന്നത്. അപ്പം അത് നമ്മൾ ഏറ്റവും നല്ല ഇത് നോക്കിയെടുക്കും. കാർത്തിയൊക്കെ ഡാൻസ് കഷ്ടപ്പെട്ട് പഠിച്ചു, പഠിച്ച് എവിടേക്കും തെറ്റിച്ചു, ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്തു അടുത്ത അങ്ങനെ. പക്ഷെ എല്ലാം ഭയങ്കര രസമായിരുന്നു. എല്ലാവരും നന്നായിട്ട് ഡാൻസ് പഠിച്ചു, അതാണ് എഫേർട്ട് ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട് കുറേ കാലം മുന്നേ ആയിരുന്നു ഈ പാട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡാൻസിന് ഇമ്പോർട്ടൻസ് മലയാള സിനിമ കൊടുത്തോണ്ടിരുന്നത്. പിന്നെ എവിടേക്കോ ഞാൻ അതൊന്ന് കാണാണ്ടായി. യെസ്, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയി. ചിലപ്പോൾ പാട്ട് പോലും തിരിച്ചു വന്നതും പിന്നെ ജിഷ്ണുവിന്റെ ടീം വന്നതും എല്ലാം ഒരു ഡാൻസിന് പ്രാധാന്യം കൊടുക്കും, കൾച്ചർ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പം അത് എവിടേക്കോ അതിന്റെ നല്ലൊരു ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും ഈ പറയുന്ന പോലെ നല്ല നല്ല പാട്ടുകളും പരിപാടിയും പുതിയ പുതിയ പരിപാടീസ് വരണം എന്നാണ്. ഇപ്പം നമ്മൾ പണ്ട് ഈ പറയുന്ന ദിലീപേട്ടൻ്റെയും ചാക്കോച്ചൻ്റെ ഒക്കെ ഡാൻസ് കാണുമ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ കൾച്ചർ ഓഫ് മൂവീസും പാട്ടും അതുപോലെ തന്നെ ഇനി പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റും അതിന് വേണ്ട സോങ്സും കൊറിയോഗ്രാഫിയും എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് ഇങ്ങനെ പോകണം, പ്രസന്റ് ചെയ്യണം. എനിക്കിത് ഇതിനോട് കണക്ട് ആവുന്ന അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് മൈൻഡിലുണ്ടായിരുന്ന ചോദ്യം എന്താ വെച്ചാല്, ഈ ഡാൻസ് പല സ്ഥലങ്ങളിൽ അവതരിപ്പിക്കുമ്പോൾ പല രീതികളായിരിക്കുമല്ലോ. ഇപ്പൊ ക്യാമറയുടെ മുന്നിൽ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് ഇന്ന പൊസിഷൻ വേണം,
അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണ്ടി വരുമല്ലോ അത് കൊറിയോഗ്രാഫി ചെയ്യാൻ. ഇപ്പം കണ്ടന്റ് ഇപ്പൊ റീൽസിൽ ഇടുന്നതാണെങ്കിൽ അത്രത്തോളം നമ്മൾ സെൻസിറ്റീവ് ആവേണ്ടി വരില്ലായിരിക്കും. സ്റ്റേജിലാണെങ്കിൽ അത് ഡിഫറെന്റ് ആയിരിക്കും. ഇത് ഓരോന്നിനും ഓരോ പ്ലാറ്റ്ഫോമിനനുസരിച്ച് ഇതിന് കൊറിയോഗ്രാഫ് ചെയ്ത് എടുക്കുന്നതിൽ എങ്ങനെ അതിന്റെ റേഞ്ച് മാറുന്നത്? അത് ഈ ഓഡിയൻസ് കാണുന്നത് തന്നെയാണ്. കാരണം ഓഡിയൻസ് കാണുമ്പോൾ മൂന്ന് കാര്യമാണ്. നമ്മൾ മൊബൈലിൽ വെറുതെ ഇരിക്കുമ്പോൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ കാണുന്ന റീൽസിൽ അവർക്ക് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് കണ്ടിരിക്കുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു 10 സെക്കൻഡ്സിൽ നമ്മൾ റീൽസ് എപ്പോഴും അവരെ ഹുക്ക് ചെയ്യണം. സെയിം ടൈം നമ്മൾ യൂട്യൂബിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർ ജഡ്ജ്മെൻ്റൽ ആവാൻ ചാൻസ് ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെ എത്തുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു ബിഗർ വേർഷൻ, അതുപോലെ തന്നെ ഹൊറിസോണ്ടലായിരിക്കും വീഡിയോ വരുന്നത്, വെർട്ടിക്കലാണ് റീൽസിന് വരുന്നത്. അപ്പോൾ അതിൽ കുറച്ചും കൂടി നമ്മുടെ ലൈറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ആർട്ടും പരിപാടിയും ഇതെല്ലാം അതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു സ്റ്റേജ് പെർഫോമൻസിലോട്ട് വരുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അവിടെ വേണ്ടത് ഫുൾ എൻ്റർടൈൻമെൻറ്റാണ്. അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് ബോറടിക്കാതെ ലൗഡായിരിക്കും പെർഫോമൻസ്. സോ അവർക്കത് എൻ്റർടൈൻഡ് ആവണം. അറ്റ് ദ എൻഡ് അവർ ഒരു ഷോ കാണാൻ വരുമ്പോൾ ഓക്കെ റംസാൻ്റെ പെർഫോമൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് അത് കൊള്ളായിരുന്നു, ഇപ്പം എന്താണ് സ്റ്റേജിൽ സംഭവിച്ചത്, അങ്ങനെയുള്ള ഗിമിക്സ് ഒക്കെ ആഡ് ചെയ്യാൻ ഞാൻ മാക്സിമം നോക്കാറുണ്ട്. ആൻഡ് ഞാൻ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കൂടുതലും പ്രോഗ്രാം ചെയ്യാറ് ദുബായിലാണ്. അപ്പം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് എപ്പോഴും ഡാൻസിന് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവരിങ്ങനെ കാത്തിരിക്കും പെർഫോമൻസിന് വേണ്ടിയിട്ട്. ഞാനൊരു 1 വീക്ക് മുന്നേയൊക്കെ പോയി അവിടുത്തെ പിള്ളേരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് സോങ്സൊക്കെ നല്ലപോലെ എഡിറ്റ് ചെയ്ത് പുതിയൊരു സാധനം എപ്പോഴും പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇത് കൊറിയോഗ്രാഫി ചെയ്യുന്ന സമയത്തും ഡയറക്ട് ചെയ്യുന്ന സമയത്തും ഇപ്പം ഇതിലേക്ക് വരുമ്പോൾ ഡയറക്ഷൻ കൂടിയാണല്ലോ, അതിനകത്ത് ഡിഫറൻസ് വരും. അപ്പം നമ്മൾ കൊറിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇന്ന ആളെ ഇന്ന സ്റ്റെപ്പിൽ ഇന്ന സ്ഥലത്തായിരിക്കും വേണ്ടി വരുന്നത്. അതിനെ വിഷ്വൽ കൂടെ കൺട്രോൾ ചെയ്യാണല്ലോ. അല്ല അത് ഞാൻ ഇതിൽ പറയായിരുന്നു, റംസാൻ അല്ലെങ്കിൽ ടാലന്റ് നമ്മൾ പണ്ട് തൊട്ടേ കണ്ട് വി നോ ദാറ്റ് ഹി ഈസ് വെരി ടാലന്റഡ്. പക്ഷെ എനിക്ക് റംസാനോട് ഉള്ള റെസ്പെക്ട് ഒരു 100 ടൈംസ് കൂടിയത് ഈ ഓണം സോങ്ങിന്റെ ഷൂട്ട് കഴിയുമ്പോഴാണ്. ബിക്കോസ് അത്രയും എല്ലാത്തിൻ്റെയും ഒരു സെൻസ് വേണം. അറ്റ് ദ സെയിം ടൈം നമ്മളെല്ലാവരും ഫ്രണ്ട്സും ആണ്. പക്ഷെ ആ ഒരു കുട്ടിക്കളിയിൽ സ്റ്റക്ക് ആവാതെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ആ ഒരു ലീഡർഷിപ്പ് കാണുമ്പോൾ നമുക്കൊരു പ്രൈഡ് ഫീൽ ചെയ്യുമല്ലോ. സോ ദാറ്റ് വാസ് റിയലി നൈസ് ടു സീ. പറഞ്ഞ പോലെ ഇറ്റ് വാസ് നോട്ട് ഈസി. എല്ലാവരെയും അത് ഒരു 1 man ഷോ ആയിരുന്നല്ലോ. സിനിമയിൽ നമുക്കൊരു ടീം ഉണ്ട്, ബട്ട് ദാറ്റ് സോങ് വാസ് മോസ്റ്റ്ലി ഹിം ആൻഡ് ഹിസ് ടീം. നല്ലൊരു ക്യാമറ ടീം. ആനന്ദ് അത് പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മുടെ ഓണം മൂഡിന്റെ വീഡിയോ ചെയ്തത് ആനന്ദ് എന്ന് പറയുന്ന പയ്യനാണ്. സോ അവൻ ഭയങ്കര ടാലന്റഡ് ആണ്. എനിക്ക് തോന്നുന്നു അടുത്ത് നല്ലൊരു സിനിമയൊക്കെ ചെയ്ത് ഉടനെ തന്നെ സിനിമയിൽ പേരെടുക്കാൻ പോകുന്ന ഒരു ക്യാമറമാനായി ആനന്ദ് മാറുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം നമ്മൾ പറയുന്ന സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, മറ്റൊരാൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ്. എനിക്ക് ഇന്ന ഫ്രെയിമിൽ ഇന്ന പോലെ വന്നിട്ട് ഡാൻസിൻ്റെ ടൈമിങ്ങിൽ എനിക്ക് ഇപ്പുറത്ത് ഫിനിഷ് ചെയ്യണം എന്നുള്ളൊരു സാധനമുണ്ട്. ഇന്ന സമയം പ്രസൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ലൈറ്റപ്പ് വേണം. അതിപ്പോൾ ഞാൻ പറയുമ്പോൾ അടുത്ത സെക്കൻഡിൽ മനസ്സിലാവണം. അത് ഞാൻ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ ആനന്ദിൻ്റെ അത്രയും എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത വേറെ ആരുമില്ല. അതുകൊണ്ടാണ് 2 ദിവസം കൊണ്ട് ആ ഷൂട്ടൊക്കെ തീർന്നത്. ആനന്ദ് എന്നെ പോലെ തന്നെ ചാടി ഓടി നിൽക്കുകയായിരുന്നു. ജഡ്ജ്മെന്റ് വേണം. നമ്മൾ ഇവിടെ എടുക്കുന്ന നോക്കാം, അവിടെ കട്ടുണ്ട്, ഇവിടെ ഇങ്ങോട്ട് പോവാം, ഇവിടെ കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെ ഇത് നമുക്ക് ഈ ഷോട്ട് ഇടാം, ഈ സാധനം തലയിൽ വേണം. ഇതൊക്കെ പ്ലാൻ ചെയ്ത് വരുമ്പോൾ മഴ പെയ്യും. അപ്പൊ കൊട വേണം. പിന്നെ ഡാൻസിന്റെ സിങ്ക്, ഓരോരുത്തരുടെ സ്റ്റെപ്പിന്റെ പെർഫെക്ഷൻ എല്ലാം കൂടെ ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ ടാസ്ക് അല്ലായിരുന്നു. അതെ അതെ, പ്രാക്ടീസ് 2 ദിവസം ഉണ്ടായിരുന്നു. ഇവർക്ക് ഒരു ദിവസം ബാക്ക്ഗ്രൗണ്ട് വേറെ ഡാൻസേഴ്സും കോ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ ഓഡീഷൻ വഴി സെലക്ട് ആയ ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരെയും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവർക്കും ഡാൻസേഴ്സിന് ഒരു ദിവസം വെച്ചു. നല്ലൊരു പ്ലാറ്റ്ഫോം കൊടുത്തു. ഡയറക്ടറിനെയും റൈറ്ററിനെയും പ്രൊഡ്യൂസറിനെയും പ്രൊഡ്യൂസറിന്റെ കൂട്ടുകാരനെയും. അതെ അതെ അതെ, ഇതിൽ ഓഡിഷൻ വഴി കുറെ പേര് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കും സിനിമയില് ഒരു സെലക്ടഡ് സ്പേസ് ആയിരിക്കും, പക്ഷെ ഈ പാട്ടില് ലൈക്ക് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് അവർക്കൊരു പ്ലാറ്റ്ഫോം കൊടുക്കാൻ പറ്റി. സോ അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെല്ലാം എല്ലാരെയും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു പിന്നെ എല്ലാവരും നന്നായിട്ട് ഡാൻസ് കളിച്ചു. ഞാൻ ആക്ച്വലി കുറച്ചുകൂടി വിചാരിച്ചത് പണിയെടുക്കണം, നല്ല പണിയെടുത്താലേ ഇതൊക്കെ സംഭവിക്കുള്ളൂ എന്നുള്ള സാധനമായിരുന്നു. അതെ അതെ, ഇവരെല്ലാവരും ഷെറിനൊക്കെ ഫുൾ ഓൺ എനർജി ആയിരുന്നു. അങ്ങനെ എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റുകളും ഭയങ്കരമായിട്ട് ഒരു ദിവസം പ്രാക്ടീസ് ഉള്ളെങ്കിൽ പോലും അന്നിരുന്ന് സ്റ്റെപ്പ് പഠിച്ച് ഞാനൊക്കെ നോക്കുമ്പോൾ ഒരു സൈഡിൽ പോയി കണ്ണാടി മുമ്പിൽ ഒറ്റപ്പൊളി എല്ലാം പ്രാക്ടീസ് ചെയ്യാണ്. അപ്പം ആ എഫോർട്ട് ഇവരിട്ടാലാണ് എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പുറകെ നടന്ന് ചെയ്യിപ്പിക്കേണ്ട ഒരു ഇതൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ എനിക്ക് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അസോസിയേറ്റ് ചെയ്തത് എൻ്റെ ഫ്രണ്ടാണ് അമൃത്. 2 അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അച്ചു ആവാന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ ആണ് മൊത്തം കൊറിയോഗ്രാഫി പ്ലാനിങ് പരിപാടിയൊക്കെ ചെയ്തത്. അറ്റ് ദ എൻഡ് റിസൾട്ട് നന്നായി, ഹിറ്റായിട്ട്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം വീഡിയോ ഞാൻ അയച്ചായിരുന്നു.
ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ ഒരു കൊച്ച് 3-4 വയസ്സേ ഉള്ളൂ പപ്പടം ഇങ്ങനെ എടുത്തിട്ട് അമ്മ പപ്പടം മൂട്. അപ്പോ അത്രയും റീച്ചായി. അതും എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരും ഇഷ്ടപ്പെട്ട് പാട്ട് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ തന്നെ ഓണം പാട്ട് നമ്മൾ തൂക്കി എന്നുള്ളൊരു ഫീല് കിട്ടിയല്ലോ. അയ്യോ അടുത്ത ഓണം ഓണം വരുമ്പോ കുറച്ചും കൂടി കയറും അതുമായി സെലിബ്രേഷനിൽ ഒരു ഭാഗമായി മാറും. ആവട്ടെ. ഇത് സിനിമയിലേക്ക് സംവിധാന ശ്രമമാണോ? അതൊന്നും ഇപ്പോഴേ പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുന്നില്ല. പയ്യെ പയ്യെ കാര്യങ്ങൾ പ്രോസസ്സ് നടക്കും. ഇപ്പോൾ കുറച്ച് ആക്ടിങ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. കുറച്ചും കൂടിയൊക്കെ അറിയാലോ, ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഞാനിപ്പോൾ ഒരു 3 മിനിറ്റിൻ്റെ പാട്ട് ചെയ്തത് 2.5 മണിക്കൂറിൻ്റെ സിനിമ ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസും എല്ലാം വേണം. ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. യെസ്, ആ സമയത്ത് സിനിമയൊക്കെ ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും. ടെക്നിക്കൽ സൈഡിൽ പക്ഷെ കൂടുതൽ എക്സ്പോഷർ ഉള്ള ആളല്ലേ റംസാൻ? ആ ടെക്നിക്കൽ സൈഡ് വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആണ് 96 സെക്കൻഡ് പാർട്ട് ചോദിക്കാതിരിക്കാം. എല്ലാ തവണ സെക്കൻഡ് പാർട്ട് വരുമ്പോ എന്ന് പറയുന്ന സമയത്ത് 97. വീടുണ്ടോ Yeah. പല കഥകൾ എന്താ 90s പല കഥകൾ ഇന്ന പ്ലാനുകളായിരിക്കും എന്ന് പറഞ്ഞ ഇപ്പോഴേ കഥകളൊക്കെ ആളുകൾ സംസാരിക്കുന്നു. ജാനു ഉണ്ടോ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? അല്ല, അത് കഥ അന്നേ റെഡി ആയിരുന്നു. സത്യം പറഞ്ഞാൽ പ്രേം സർ ഭയങ്കര ക്വിക്കായിട്ട് എഴുതുന്ന ഒരാളാണ്. അപ്പോൾ മെയ്യഴകനൊക്കെ എഴുതുന്ന മുമ്പ് തന്നെ ഒരു 1 ലൈൻ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പണ്ട് കുറച്ച് നാളായി എഴുതിയിട്ട് എനിക്ക് തോന്നുന്നു ഫൈനലായിട്ട് ഇപ്പം സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആണ്. അതില് ഞാനില്ലായിരിക്കും, ബിക്കോസ് വലുതായല്ലോ, തൃശ്ശയായല്ലോ. വേണമെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കാം. കാണിക്കാത്ത എന്തെങ്കിലും അല്ല, എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ മേഴകൻ കണ്ടപ്പോഴും എപ്പോഴും പ്രേം സാറിന്റെ മൂവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇപ്പൊ ചിയാൻ വിക്രം സാറിന്റെ കൂടെ അടുത്തത് അനൗൺസ് ചെയ്തു. അപ്പൊ എല്ലാത്തിലും നമുക്ക് ഒരു ഹീസ് ദ റീസൺ ഐ എം ഹിയർ. അപ്പോൾ എൻ്റെ ഒരു ഗോഡ് ഫാദർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മേഴകനിലും ഒരു സിസ്റ്ററിന്റെ ഒരു ചെറിയൊരു സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആഗ്രഹിച്ചു പോയി, എന്നെ വിളിക്കായിരുന്നു, എന്നെ ഒന്ന് കൺസിഡർ ചെയ്യാൻ. അതെ, ഇത് ചെറുതായിരുന്നെങ്കിലും നല്ലൊരു ഇമോഷൻ ഉണ്ടായിരുന്നു. സോ അപ്ഡേറ്റ് ആയിട്ട് എനിക്കൊന്നും ഇല്ല. സാറ് കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ നമ്മൾ കാണുമ്പോഴും അങ്ങനെ സിനിമയെ കുറിച്ച് അല്ല കൂടുതലും പറയാറ്, ബിക്കോസ് ഞങ്ങളുടെ കണക്ഷൻ ഇറ്റ്സ് ലൈക്ക് ബിയോണ്ട് ദാറ്റ്. സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ. എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അതിന്റെ റീമേക്കിന് തന്നെ ഐ വാസ് അഗൈൻസ്റ്റ് ഇറ്റ്. തെലുഗുവിലും കന്നഡയിലൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതൊരു ക്ലാസിക് ആണ്. അതിനെ നമ്മളിങ്ങനെ പിടിച്ച് അതിനൊരു പാർട്ട് 2 വേണോന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ വേണ്ട എന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഒരു കൾട്ട് ക്ലാസിക് ആയിട്ട് അവിടെ നമ്മൾ ഇരിക്കട്ടെ എന്നുള്ളൊരു. ഇപ്പൊ ലാസ്റ്റ് പ്രാവിൻകൂട് ഷാപ്പിനകത്ത് വന്നപ്പം അടിപൊളി ലുക്ക് ആയിരുന്നു അത്. ഞാനാണ് മനസ്സിലായ ഭാഗ്യം. റോളക്സ് ചെയ്തിട്ട് 10 സെക്കൻഡ് എടുത്ത് എനിക്ക് തന്നെ മനസ്സിലാവും. അതില് ലുക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നല്ലോ. അപ്പം ഈ ലുക്കിന് അത് ഡയറക്ടറിന് അങ്ങനെയാണ്. ശ്രീരാജ് വളരെ നിർബന്ധമായിരുന്നു, എന്നെ തിരിച്ചറിയരുതെന്നായിരുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ അഭിനയിച്ച 4 പേര് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു, അത് പറയരുത്, അത് എന്തെങ്കിലും അറിഞ്ഞാൽ മതി. ഭയങ്കര ഇന്റൻസ്, അടിപൊളി. അതെ, അപ്പൊ അത് അതിനുവേണ്ടി ഒരു 8 കിലോ കൂട്ടി. കണ്ടു കഴിഞ്ഞാൽ കള്ളുകൂടിയനായിട്ട് ഫീൽ. ആ കള്ള് ഷാപ്പാണല്ലോ. അപ്പൊ സ്ഥിരമായിട്ട് അവിടെ അടിയാണ്. തോട്ട ബിജു എന്നുള്ള ക്യാരക്ടറാണ് സ്ഥിരമായി. അങ്ങേര് ആ നാട്ടിലെ വലിയൊരു ഗുണ്ടയാണ്. പുള്ളി തോറ്റത് ആ കൊമ്പൻ ബാബു എന്നുള്ള ആളുടെ മുമ്പിൽ മാത്രമാണ്. അപ്പം അത്രയും അതൊക്കെ ഒറ്റ നോട്ടത്തിൽ അറിയണം, ലുക്കും കൊണ്ടും. പിന്നെ ഇയാൾ ഡെയിലി കള്ളു കുടിക്കുന്ന ഒരാളാണ്. അപ്പം അതിന് വയറ് ചടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത് അവിടെ അത്രയ്ക്ക് നിർബന്ധമായിരുന്നു. ആ ഷാപ്പിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഇതേ സമയത്ത് സുലേഖ മനസ്സിൽ വരുമ്പോഴും ഇതേപോലെ കുഞ്ഞു വേഷം, അതിനേക്കാളും ഒരുപാട് വർഷം മുമ്പല്ലേ. അതെ, പക്ഷെ ഇതേപോലെ ഒരു കുഞ്ഞു വേഷത്തിൽ വന്നിട്ട് അതിന്റെ ഫുൾ സോൾ സ്റ്റീൽ ചെയ്യാന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കഴിവ്. അതിലെ ക്യാരക്ടർ പേര് റംസാൻ എന്നാണ്. റംസാൻ അളിയനായിട്ട് വരുന്നു. ലുക്കുവിന്റെ അളിയൻ. അതിൽ ആ പാട്ട് തുടങ്ങുന്നത് തന്നെ പണം തയ്യാറാണോ? പാടിയ വെള്ളി വീഴും. ഇപ്പൊ എനിക്ക് തൊണ്ട ശരിയല്ല. ഓക്കെ, സോ സാഹസം മൂഡാണ്. അത് ഓണത്തിലേക്കും എത്തട്ടെ. ഓഗസ്റ്റ് 8-ാം തീയതി ഓണം കഴിഞ്ഞും പോട്ടെ, അതങ്ങനെ തുടർന്ന് പോട്ടെ. അടുത്ത ഓണം 4-ാം തീയതി ഓണം അല്ല, സെപ്റ്റംബർ 4-ാം തീയതി. അപ്പൊ തിയേറ്ററിലും അതേ ഒരു ഓളം ഉണ്ടാക്കട്ടെ. താങ്ക് യു. താങ്ക് യു.